ക്രിസ്മസിൻ്റെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലിരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കുറേ ലൈറ്റും സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പാവറട്ടി എന്ന് പറയുന്ന പള്ളിയിൽ പുൽക്കൂടും ക്രിസ്മസിൻ്റെ ഒരു ട്രീ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ്. നിങ്ങൾക്കൊക്കെ കുറേ പേർക്കൊക്കെ അറിയാൻ എൻ്റെ അനിയത്തിയാണ്. അപ്പം അവളും ഞങ്ങളും എൻ്റെ പപ്പയും അമ്മയും ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ മമ്മി. പിന്നെ അതുവരെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്നത് എൻ്റെ പപ്പ. അപ്പം നേരെ പുൽക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പുൽക്കൂടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂ ആയിരുന്നു. കാരണം എല്ലാവരും വൈകുന്നേരമാണെന്ന് തോന്നുന്നു. കണ്ട ബാക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ക്യൂ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ക്യൂവിൽ കിട്ടിയതുകൊണ്ട് നേരെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഒരു ഗുഹയിലേക്ക് കയറുന്ന പോലെ കേട്ടോ ഫസ്റ്റ് പുൽക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയത്. ഒരു ഗുഹ പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ എന്താ പറയുക, തിരക്കായിരുന്നുകൊണ്ട് കുറേയൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുൾ അവിടെ ഒരു വെള്ളമൊക്കെ വരുന്ന രീതിയിലൊക്കെ അവർ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കുറേ സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊരു. പിന്നെ വെള്ളമൊക്കെ വീഴുന്ന പോലെ, വെള്ളച്ചാട്ടം പാറയിൽ നിന്നൊക്കെ വെള്ളം വീഴുന്ന പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ലൊരു പുൽക്കൂടായിരുന്നു. പിന്നെ പപ്പയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടെ. അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പുൽക്കൂട് പ്രദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫെസ്റ്റിവൽസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണല്ലോ തൃശ്ശൂർ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയപ്പോൾ സേനാപ്പി അവിടെ പള്ളിയുടെ അവിടെ ഓടി കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് അവരെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പപ്പ അവന് എന്താ പറയുക, വാട എവിടെയെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഓടി കൊണ്ടുപോവാണ്. ആശാൻ സ്റ്റെപ്പ് ഉണ്ട് അവിടെ, അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി പപ്പ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരമായി. ഇപ്പം നല്ല തിരക്കായിരുന്നു ഷോപ്പിലൊക്കെ. പിന്നെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് വന്നത്. സേനാപ്പി ലാസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് മടുത്തു, ഞാൻ പോവാടേന്ന് പറഞ്ഞു ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഷവർമ്മയും പിന്നെ ഷെയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ഫുഡ് വന്നിട്ടില്ല, കുറച്ച് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ വേറൊരു പള്ളിയുണ്ട് അവിടെ. ആ പള്ളിയിൽ പുൽക്കോട് ഉണ്ട്, അത് കാണാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ ബൈ.